ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ അഡിക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇല്ലിക്കൽ കല്ല് മുകളിൽ നിന്ന് കാണാൻ കഴിയാത്ത വിഷമത്തിൽ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ സഹസഞ്ചാരിയായ മുബീൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇതിനടുത്ത് മറ്റൊരു സ്ഥലമുണ്ട്, അപ്പോൾ വരൂ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. അതെ, കട്ടിക്കായം വാട്ടർഫാൾസ്. നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. വരൂ പോകാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടി ഇവിടെ വെച്ചു. ഇനി നടക്കണം. ഇല്ലിക്കൽ കല്ലിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഞാനും കണ്ടിട്ടില്ല. നമുക്ക് ഒരുമിച്ച് കാണാം. വരൂ. ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നതിന്റെ ധൈര്യത്തിൽ മുബീൻ എൻ്റെ മുമ്പിൽ ഒരു വഴികാട്ടിയെ പോലെ നടന്നു. പുറകെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഞാനും നടന്നു. പോകുന്ന വഴിയിൽ അവൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ അവനുണ്ടായ അനുഭവങ്ങളെല്ലാം എനിക്ക് വിവരിച്ചു തന്നുകൊണ്ടിരുന്നു. ഇവിടെ 2 ബൈക്കുകൾ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടം വരെ വണ്ടി വരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ നടത്തം ഒഴിവാക്കാമായിരുന്നു. ഇനി അങ്ങോട്ട് പാറയാണ്. വർഷകാലമായതിനാൽ പാറയിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു. ഇവിടെ വരുന്നവർ സൂക്ഷിച്ചു വരണേ. കാലൊന്ന് തെന്നിയാൽ പിന്നെ പറയണ്ടല്ലോ. ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം ഗംഭീരമാണ്. എന്നാൽ കാഴ്ചകൾക്കപ്പുറം നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം. കാരണം ഈ ശരീരമുണ്ടെങ്കിലേ ഈ കാഴ്ചകൾ കാണാൻ കഴിയൂ. അതൊരിക്കലും മറക്കരുതേ. മുബീൻ തന്റെ ഷർട്ട് ഒരു തോളത്തിട്ടു. ഇങ്ങനെ നടന്നാലേ ഈ സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യാൻ പറ്റൂ എന്നാണ് അവന്റെ ഒരു വിലയിരുത്തൽ.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം ചെറുതായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാനധികം എത്തി നോക്കാനൊന്നും പോയില്ല. സുരക്ഷയാണല്ലോ മെയിൻ. ചിലയിടങ്ങളിൽ ഇറങ്ങിപ്പോകാനായി കൽപ്പടവുകൾ പണിതിട്ടുണ്ട്. നീ ഇറങ്ങുന്ന ഇറക്കമെല്ലാം തിരിച്ച് കയറണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ചുനേരം ആലോചിച്ചു നിന്നു. അങ്ങനെ കൽപ്പടവുകൾ അവസാനിച്ചു. ഇനി കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. ഇവിടെ അധികം സന്ദർശകരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അടിത്തട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാറ്റിനൊപ്പം പറന്നു വരുന്ന വെള്ളത്തുള്ളികൾ നമ്മുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ ഉണ്ടാവുന്ന രോമാഞ്ചിഫിക്കേഷൻ അതിവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണം. ഇവിടം വരെ വന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുബീൻ പയ്യെ വെള്ളത്തിലേക്ക് നടന്നു. വർഷകാലമായതിനാലാകാം വെള്ളത്തിന് നല്ല ഒഴുക്ക് അനുഭവപ്പെട്ടു.
മുകളിൽ നിന്ന് 2 സന്ദർശകർ കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടിൽ ഒരു ശല്യമാവാതെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിനോട് ടാറ്റ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മുബീൻ വെള്ളത്തിലിറങ്ങിയപ്പോഴും ആ പാറ വിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ അവനെ അനുവദിച്ചിരുന്നില്ല. കാരണം എവിടെ പോയാലും സുരക്ഷ തന്നെയാണ് നമുക്ക് മുഖ്യം. ഈ സ്ഥലം എന്തായാലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധി പോലെ തന്നെ എനിക്ക് തോന്നി. എന്തായാലും ഇല്ലിക്കൽ കല്ല് മുകളിലെ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയാത്തതിൻ്റെ വിഷമം ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ മാറിക്കിട്ടി. അങ്ങനെ മലകളെയും മരങ്ങളെയും ഈ പച്ചപ്പും സാക്ഷിയാക്കി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.